ഇന്ന് കൊഴുക്കട്ട ശനി, ഓശാനയുടെ തലേന്നാള്. ബൈബിളിൽ ഒരു കുഞ്ഞു കഥയുണ്ട് കേട്ടോ. യേശു ലാസറിനെ ഉയർപ്പിച്ചില്ലേ? അതും കഴിഞ്ഞ് പെസഹായ്ക്കും 6 ദിവസം മുന്നേ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ബഥാനിയായിലുള്ള ലാസറിൻ്റെ ഭവനം സന്ദർശിക്കാനായിട്ട് യേശു പോയി. അവിടെ ചെന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാരായിരുന്ന മാർത്തയും മറിയവും ചേർന്ന് മാവ് കുഴച്ച് വളരെ തിടുക്കത്തിൽ ഒരു പലഹാരം ഉണ്ടാക്കി അവിടുത്തെ സൽക്കരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിരുന്നിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കേട്ടോ ക്രൈസ്തവ ഭവനങ്ങളിൽ ഓശാനയുടെ തലേന്നാള് കൊഴുക്കട്ട ശനിയായിട്ട് ആചരിക്കുന്നത്. അരിമാവ് കൊണ്ട് ഒരു സ്ലീവായി ഉണ്ടാക്കി അതിനു ചുറ്റും കൊഴുക്കട്ട വയ്ക്കുന്നു. കൊഴുക്കട്ടയിൽ അതുണ്ടാക്കുന്ന ആളുടെ കൈവിരലുകൾ പതിയണമെന്നാണ് പറയുക. പണ്ടുകാലത്ത് ഭക്തസ്ത്രീകൾ യേശുവിൻ്റെ പാദാഭിഷേക തൈലങ്ങൾ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളുടെ രൂപത്തോടും കൊഴുക്കട്ടേനെ സാമ്യപ്പെടുത്താറുണ്ട് കേട്ടോ. യേശു ഏറ്റ അടികളുടെയും അവിടത്തേക്ക് നേരെ എറിയപ്പെട്ട കല്ലുകളുടെയും പ്രതീകമായിട്ടും കൊഴുക്കട്ടേനെ കണക്കാക്കാറുണ്ട്. എന്നാൽ കൊഴുക്കട്ടയ്ക്കുള്ളിലെ മധുരമുള്ള ഭാഗം യേശുവിന് നമ്മോടുള്ള സ്നേഹവും അതുപോലെ ക്ലേശങ്ങൾ വരുമ്പോൾ അത് സഹിക്കാനുള്ള കൃപയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇനി ഓശാന തലേന്നത്തെ കൊഴുക്കട്ട മധുരം രുചിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധവാരത്തിലേക്ക് കടന്നാലോ?